നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ആരോഗ്യത്തിന് പിടിക്കുന്നില്ല. അതുപോലെ തന്നെ സ്ഥിരമായ വയറുവേദന, സ്ഥിരമായ വയറിളക്കം. ഇതിന് കാരണമാവുന്നത് ചിലപ്പം ബാക്ടീരിയയോ വൈറസോ അങ്ങനെ എന്ത് വേണേ ആവാം. പക്ഷെ ചില സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല. വർഷങ്ങൾക്ക് ശേഷം അപ്പൻഡിക്സിന്റെ പ്രശ്നം, അല്ലെങ്കിൽ കുടലിൽ ക്യാൻസർ, ആമാശയത്ത് ക്യാൻസർ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ വരാം. അതിന്റെ റീസൺ ചിലപ്പം പ്ലാസ്റ്റിക്കിന്റെ കണ്ടാമിനേഷനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും. ഇത് ഒരിക്കലും ചിന്തിക്കില്ല നമ്മൾ എങ്ങനെയാണ് പ്ലാസ്റ്റിക് വയറ്റിലെത്തുന്നത് എന്നുള്ളത്. കാരണം അത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, വർഷങ്ങളോളം സമയമെടുത്ത് ഉണ്ടായി വരുന്ന സാധനമാണത്. ആദ്യം പറഞ്ഞ വയറുവേദന, വയറിളക്കം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതായിരിക്കും, ചിലപ്പം വൈറസ് മൂലമായിരിക്കും. പക്ഷെ മറ്റേത് വർഷങ്ങളോളം എടുത്ത് പെട്ടെന്ന് വരുന്നതാണ്. അതിന്റെ അടി കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് രക്ഷപ്പെടാന്ന് പറയുന്നത് ലേശം റിസ്ക്. മെയിൻലി കണ്ടാമിനേഷൻ വയറ്റിൽ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ബോർഡിന്റെ അകത്താണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന ഷോപ്പിംഗ് ബോർഡ്, അതെല്ലാ ബോർഡ് ഉപയോഗിക്കരുത്. എസ്പെഷ്യലി പ്ലാസ്റ്റിക്കും ഫൈബറും തീരെ ഉപയോഗിക്കരുത്. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വുഡുകളുണ്ട്. അതിൻ്റെ അകത്ത് ചില വുഡുകൾ മാത്രമേ ഉള്ളൂ. ആ വുഡ് എന്ന് പറയുന്നതാണ് ഒന്ന് തേക്ക്, പ്ലാവ്, അതുപോലെ പുളി. ഭയങ്കര സ്ട്രോങ് വുഡാണ്. അതുകൊണ്ട് എത്ര വേണേൽ ആഞ്ഞടിക്കാം, പുളി അങ്ങനെയൊന്നും പൊട്ടൂല. പക്ഷേ അതേ സ്ഥാനത്ത് ക്രോസ് കണ്ടാമിനേഷൻ തടയാനുള്ള കപ്പാസിറ്റി ഒന്നും പുളിക്കില്ല. ആ കപ്പാസിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ പ്ലാവ്, തേക്ക്, ഈ രണ്ട് വുഡിനാണ്. ഇതിൻ്റെ അത് രണ്ടിനകത്തും നാച്ചുറലി അവരായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി പവർ ആൻറ്റി ബാക്ടീരിയൽ ആണ് ആൻഡ് ഹാർഡ് വുഡുമാണ്. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് മീറ്റ് വാങ്ങുന്നവരാണെങ്കിൽ പുളി സെപ്പറേറ്റ് ഉപയോഗിക്കണം. അതുപോലെ വല്ലപ്പോഴൊക്കെ മീറ്റ് വാങ്ങുന്നവരാണ് സ്ഥിരമായിട്ട് പച്ചക്കറി, ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്ലാവും തേക്കാണെന്നുള്ളത് പറയുന്നത്. സോ ഈ സാധനങ്ങളൊക്കെ നമ്മളിൽ അവൈലബിൾ ആണ്. റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് മതി.